Good morning. നമ്മൾ ഇന്ന് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ക്രോമറ്റോഗ്രഫി. എന്താണ് ഈ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ? ക്രോമ മീൻസ് കളർ. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ആക്ച്വലി. ക്രോമ മീൻസ് കളർ, ഗ്രാഫി മീൻസ് റൈറ്റ്. അതായത് ഈ പണ്ട് കാലങ്ങളിൽ ക്രോമറ്റോഗ്രഫി എന്ന ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന പിഗ്മെന്റ്സിൽ നിന്നും കളറിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അതിൽ എന്താ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ, ക്രോമറ്റോഗ്രഫി is a technique used for separating mixture into their components in order to analyze, identify, purify or quantify the mixtures or components. അതായത് നമുക്കൊരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ആ മിക്സ്ചറിൽ നിന്നുള്ള കോമ്പൗണ്ട്സിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ ഒരു മിക്സ്ചർ നിങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ, ദെൻ ബ്ലാക്ക്. സോ 4 കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 4 കോമ്പൗണ്ട്സ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്ത്? ക്രോമറ്റോഗ്രഫി എന്ന് നമ്മൾ പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോമറ്റോഗ്രഫി is an important technique used for the separation, purification and identification of chemical compounds in a complex mixture. കോംപ്ലക്സ് മിക്സ്ചറിൻ്റെ അകത്തുള്ള കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പ്യൂരിഫൈ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രഫി? എങ്ങനെയാണ് നമ്മൾ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്തുകൊണ്ട് ഒരു മിക്സ്ചറിന്റെ അകത്തുള്ള കോമ്പൗണ്ട്സിനെ, ഇപ്പൊ ഒരു മിക്സ്ചറിൽ 4 കോമ്പൗണ്ട്സ് എന്ന് വിചാരിക്കുക, ആ 4 കോമ്പൗണ്ട്സ് നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കുക? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഏതൊരു ക്രോമറ്റോഗ്രഫിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിൻ്റെ അകത്ത് 2 ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 പാർട്ട് ഉണ്ടാവും, 2 ഇമ്പോർട്ടൻറ്റ് മേജർ പാർട്ട് ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് സ്റ്റേഷനറി ഫേസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആയിരിക്കും, അതെന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു പാർട്ടാണ് എന്ത്? നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയും. മൊബൈൽ ഫേസ് ആണെങ്കിലോ അതെന്തായിരിക്കും? അത് മൂവ് ചെയ്യാം, അത് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും മൂവ് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ സാധാരണ സോളിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. സോളിഡ് ആവാം. ലിക്വിഡ് എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് സാധാരണ നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സർഫസിന്റെ മുകളിൽ നമ്മൾ ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതാണ് ലിക്വിഡ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റേഷനറി ഫേസ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ സോളിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. നേരെ മറിച്ച് നമ്മൾ മൊബൈൽ ഫേസ് ആണെങ്കിലോ അത് ഒന്നില്ലെങ്കിൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം, ഇല്ല ഏതെങ്കിലും രണ്ടെണ്ണം ആവാം. സോ സ്റ്റേഷനറി ഫേസ് ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് ഫേസ്. എക്സാമ്പിൾ എ കോളം ഓഫ് അഡ്സോർബന്റ്, paper, a thin film of liquid supported on an inert solid, a thin layer of adsorbent coated over glass plate, etc. ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് വെച്ചാൽ അത് ഗ്യാസോ അല്ലെങ്കിലോ ലിക്വിഡോ ആവാം. ഏത് ക്രോമറ്റോഗ്രഫി പറയുകയാണെങ്കിലും നമ്മൾ അതിൽ എന്ത് പറയണം? അതിന്റെ സ്റ്റേഷനറി ഫേസ് എന്താണ്, അതിന്റെ മൊബൈൽ ഫേസ് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ, സോ പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രഫി എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമുക്കൊരു സ്റ്റേഷനറി ഫേസ് ഉണ്ട് അല്ലെ? ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റേഷനറി ഫേസിലോട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? നമ്മുടെ മൊബൈൽ ഫേസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. മുകളിൽ താഴോട്ട് നമ്മൾ ആര് മൂവ് ചെയ്യും? നമ്മുടെ മൊബൈൽ ഫേസ് മൂവ് ചെയ്യും. സോ ഈ മൊബൈൽ ഫേസിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്ത്, നമ്മൾ ഏത് മിക്സ്ചറിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ മിക്സ്ചറെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മൊബൈൽ ഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ മൊബൈൽ ഫേസ് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ പതുക്കെ മൂവ് ചെയ്ത് വരും. അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മൊബൈൽ ഫേസിന്റെ അകത്ത് കിടക്കുന്ന മിക്സ്ചർ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള കമ്പൗണ്ട്സ് സെപ്പറേറ്റ് ചെയ്ത് വരും. അത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അഫിനിറ്റി ഓഫ് ദാറ്റ് മിക്സ്ചർ. നമ്മൾ ഈ വരുന്ന മിക്സ്ചർ ഈ സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേഷനറി ഫേസിൽ എന്ത് ചെയ്യും? ആ മിക്സ്ചറിന്റെ അകത്തുള്ള കമ്പൗണ്ട്സ് എന്ത് ചെയ്യും? അഡ്സോർപ്ഷൻ പവർ അനുസരിച്ച് ഓരോന്നിനും ഓരോ അഡ്സോർപ്ഷൻ പവർ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ സെപ്പറേറ്റ് ചെയ്ത് ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള എല്ലാ കമ്പൗണ്ട്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. So this is the principle of chromatography. The compounds of the mixtures are separated depending upon the rates at which they are carried by the mobile phase through the stationary phase, which in turn depends on the relative affinity of compounds towards the stationary phase and mobile phase. അതായത് നമ്മൾ സ്റ്റേഷനറി ഫേസും അതുപോലെ തന്നെ മൊബൈൽ ഫേസിലും ആ
പറയുന്ന മിക്സ്ചർ എങ്ങനെയാണ്, എത്രത്തോളം അഫിനിറ്റി ഉണ്ട്, എത്രത്തോളം അത് ചേർന്ന് നിൽക്കുന്നു, എത്രത്തോളം അബ്സോർബൻറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ഈ പറയുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമറ്റോഗ്രഫി. നമുക്ക് ക്രോമറ്റോഗ്രഫിയിലെ അതിനകത്തോട് നടക്കുന്ന മെക്കാനിസത്തെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. The first one is adsorption chromatography and the second one is partition chromatography എന്ന് പറയും. It's based on the mechanism of separation. So ഇവിടെ നോക്കാം, adsorption chromatography എന്ന് വെച്ചാൽ, so in this the stationary phase is a solid. അപ്പൊ ഈ ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ആരാണ്, നമ്മൾ സോളിഡ് ആണ്. അതിൻ്റെ അകത്തുള്ള മൊബൈൽ ഫേസ് എന്താണ്, ഇറ്റ്സ് എ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ്, ഗ്യാസോ ലിക്വിഡ് ആകാം. Here the separation of the components is due to the difference in the adsorption coefficient. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ സ്റ്റേഷനറി ഫേസിലൂടെ നമ്മൾ മൊബൈൽ ഫേസ് പാസ് ചെയ്യുന്നു. ആ മൊബൈൽ ഫേസിലാണ് ആരുള്ളത്, നമ്മുടെ മിക്സ്ചർ ഉള്ളത്. ആ മിക്സ്ചറിൻ്റെ അകത്തുള്ള കമ്പൗണ്ട്സിന്റെ അഡ്സോർപ്ഷൻ പവറിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന കോമ്പൗണ്ട്സ് സെപ്പറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അഡ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദാറ്റ് മിക്സ്ചർ. ദെൻ സെക്കൻഡ് ക്ലാസ് ഏതാണ്, നമ്മൾ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. എന്താണ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ, സോ ഹിയർ ദ സ്റ്റേഷനറി ഫേസ് ഇസ് എ ലിക്വിഡ് സപ്പോർട്ടഡ് ഓൺ എ ഇനേർട്ട് സോളിഡ്. ഒരു ഇനേർട്ട് സോളിഡിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോളിഡ്, അതാണ് എന്ത്, ലിക്വിഡ്, അതാണ് എന്ത് നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. മൊബൈൽ ഫേസ് എന്താവാം, ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം. ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്, ആ മിക്സ്ചറിന്റെ സെപ്പറേഷൻ നടക്കുന്നത് എന്തിന്റെ ബേസിലാണ്, ബേസ്ഡ് ഓൺ ദി പാർട്ടീഷനറി ഓഫ് ദി കോമ്പണൻസ്. നമ്മൾ സ്റ്റേഷനറി ഫേസിലും മൊബൈൽ ഫേസിന്റെ ഇടയിലൂടെ നമ്മളെ മിക്സ്ചർ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാർട്ടീഷൻ എന്ത് സംഭവിക്കുന്നത്, അവിടെ നടക്കുന്നത്. അതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മളെ കോമ്പണൻസ്. ക്ലിയർ? സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മൊബൈൽ ഫേസ്. സോ മൊബൈൽ ഫേസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രോമറ്റോഗ്രഫിയെ ക്ലാസിഫൈ ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി and the second one is gas chromatography. Liquid chromatography എന്ന് വെച്ചാൽ, so the mobile phase is liquid and the stationary phase can be solid or liquid supported on the inert solid. The liquid chromatographyയിൽ നമ്മുടെ മൊബൈൽ ഫേസ് എന്താണ്, ലിക്വിഡ് ആണ്. നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ത് വേണമെങ്കിലും ലിക്വിഡ് ആവാം, സോളിഡ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള മൊബൈൽ ഫേസ് എന്താണ്, ഗ്യാസ് ആണ്. നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്താവാം, സോളിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം, എന്തും ആവാം. സോ ദാറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മൊബൈൽ ഫേസ്. തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. നമുക്ക് മെയിനായിട്ട് 4 ക്രോമറ്റോഗ്രഫി നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ദെൻ കോളം ക്രോമറ്റോഗ്രഫി, ദെൻ HPLC, ദെൻ GC ഗ്യാസ് ക്രോമറ്റോഗ്രഫി. അപ്പൊ അതിൽ നമ്മളൊന്ന് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? തിൻ ലെയർ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിൽ നമുക്ക് ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റേഷനറി ഫേസിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്ത് വെക്കും. നമ്മൾ സാധാരണ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ല് പോലുള്ള സബ്സ്റ്റൻസ് ആണ്, സിലിക്ക അല്ലെങ്കിൽ അലുമിനിയം. അപ്പൊ നമ്മൾ സിലിക്ക ജെല്ല് എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്തോ പേസ്റ്റ് ചെയ്തോ വെക്കും. സോ ഇതാണ് നമ്മൾ എന്ത് സ്റ്റേഷനറി ഫേസ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഈ ടിപ്പിൽ നമ്മൾ ഏത് മിക്സ്ചറിനെയാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ടിപ്പിൽ നമ്മളൊരു സ്പോട്ട് ആയിട്ട് വെക്കും, ഈ സ്പോട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിൽ എന്തുണ്ടാവും, നമ്മുടെ മൊബൈൽ ഫേസ് ഉണ്ടാവും. മൊബൈൽ ഫേസ് ഇവിടെ ലിക്വിഡ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പതുക്കെ ഇതിന്റെ അകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കും. ഒരുപാടില്ലാതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്പ് ചെയ്ത് വെക്കും. വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ മൊബൈൽ ഫേസ്, നമ്മളെ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ പറയുന്ന സ്റ്റേഷനറി ഫേസിൽ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റിലൂടെ പതുക്കെ മുകളിലോട്ട് വരും. നമ്മളെ കാപ്പിലറി റൈസ് വഴി എന്ത് ചെയ്യും, ഇത് പതുക്കെ മുകളിലോട്ട് വരും. ഇത് മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മിക്സ്ചർ എന്ത് ചെയ്യും, പതുക്കെ ഈ മൊബൈൽ ഫേസിലൂടെ, നമ്മുടെ ആ ലിക്വിഡ് ആ മൊബൈൽ ഫേസിലൂടെ തന്നെ എന്ത് ചെയ്യും, പതുക്കെ മുകളിലോട്ട് റൈസ് ആവും. റൈസ് ആവുന്ന സമയത്ത് ഇതിന്റെ അകത്തുള്ള നമ്മളെ മിക്സ്ചർ എന്ത് ചെയ്യും, അതിന്റെ അകത്തുള്ള കമ്പൗണ്ട്സ് ഓരോ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് എന്ത് നമ്മളെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി എന്ന് നമ്മൾ പറയുന്നത്.
ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. So it is used to determine the number of compounds in a mixture, identifying the compounds and the purity of a compound. നമ്മൾ ഇത് എന്തിനാ യൂസ് ചെയ്യുക? അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് കമ്പൗണ്ട്സ് എത്രയുണ്ട് നമ്മൾ നോക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ പ്യൂരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ഈ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. Then next is column chromatography. അപ്പോൾ നമ്മൾ കോളം ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിരിക്കും. അതിൻ്റെ അകത്തുള്ള മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലിക്വിഡ് ആയിരിക്കും. എന്താ കോളം ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ ഒരു കോളം ആയിരിക്കും, ഒരു സിലിണ്ടറിക്കൽ കോളം ഉണ്ടാവും. ആ സിലിണ്ടറിക്കൽ കോളത്തിന്റെ അകത്ത് നമ്മൾ എന്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? നമ്മുടെ സ്റ്റേഷനറി ഫേസിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഇതൊരു സിലിണ്ടറിക്കൽ കോളമാണ്, നമ്മൾ ഗ്ലാസ് സിലിണ്ടർ ആണ്. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റേഷനറി ഫേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിന്റെ ടോപ്പിൽ നമ്മുടെ ഏത് മിക്സ്ചറിനെയാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. എന്നിട്ട് ഇതിലൂടെ നമ്മൾ എന്ത് പാസ് ചെയ്യും? നമ്മളെ മൊബൈൽ ഫേസ് പാസ്. മൊബൈൽ ഫേസ് പാസ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ടു ബോട്ടം അത് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ആ ലോഡ്, ആ നമ്മുടെ മിക്സ്ചർ എന്ത് ചെയ്യും? ഓരോ പ്ലേസ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് വരും. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അഫിനിറ്റി. നമ്മളെ ഈ പറയുന്ന ലോഡിന്റെ അകത്തുള്ള കോമ്പൗണ്ട്സിന്റെ അഫിനിറ്റി, ഈ നമ്മുടെ സ്റ്റേഷനറി ഫേസിൽ എത്രത്തോളം അബ്സോർബ് ചെയ്ത് നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും? അത് പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് വരും. സോ ഈ കോളം ക്രോമറ്റോഗ്രഫിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾ നോക്കുക, തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും കോളം ക്രോമറ്റോഗ്രഫിന്റെയും വീഡിയോ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.